ഇവിടെ നിറച്ചും ആൾക്കാരാണ്. നമ്മുടെ ഈ താമരശ്ശേരി ചുരത്തിൻ്റെ മുകളിൽ ഒരു വ്യൂ പോയിന്റ് ഇല്ലേ, അതുപോലെ ഈ ലോണാവാലേൻ്റെ ഒരു വ്യൂ പോയിന്റ് ആയിട്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച രാവിലെ ഒരു 9:45 ഞാനിപ്പോൾ ഉള്ളത് കോലാപ്പൂരിലാണ്. ഇന്നലെ രാത്രി നമ്മൾ കോലാപ്പൂരിലാണ് എത്തിയത് അല്ലേ. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് മുംബൈയിലേക്കാണ്. ഏകദേശം ഒരു 300-350 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട്, പൂനെ വഴി മുംബൈ. അതാണ് പ്ലാൻ. പിന്നെ പതുക്കെ പോകുന്നുള്ളൂ, ഇന്നലത്തെ പോലെയല്ല. ഇന്ന് ടൈമുണ്ട് നമുക്ക്. വൈകുന്നേരം 7 മണിയാകുമ്പോഴേക്ക് എത്തിയാൽ മതി. കാരണം നാളെ കഴിഞ്ഞാൽ പിന്നെ റൈഡില്ല ശരിക്കും. പിന്നെ അടുത്ത റൈഡ് നമ്മൾ ഒമാനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ശരിക്കും ഞാൻ ഒരു കാര്യം കാണിച്ചു കേട്ടോ. ഇതാണ് എൻ്റെ ലഗേജ് സെറ്റപ്പ്. പലരും ചോദിക്കുന്നത് ഏതൊക്കെയാണ് ബാഗ് എടുക്കുന്നില്ല. ഇതാണ് ഞാൻ എടുക്കുന്ന ഒരു ബാഗ്. നമ്മുടെ ലഗേജ് പാർട്ട്ണറായ സ്ട്രാബോ ബ്രാൻഡിൽ വരും ഒരു ലാപ്ടോപ്പ് ബാഗാണ്. ഇതിനകത്ത് ഞാൻ ഈ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ലാപ്ടോപ്പിൻ്റെ അക്സറീസ്, പിന്നെ ഇത് കംപ്ലീറ്റ് എൻ്റെ ക്യാമറ അക്സറീസ് കേട്ടോ. ഗോപ്രോൻ്റെ അക്സറീസ് ഇതും ഇതൊക്കെ ആയിട്ട്. പിന്നെ ഇത് സെക്കൻഡ് ബാഗ്. ശരിക്കും ഇത് ബാഗ് വണ്ടിയുടെ പുറകിൽ വെക്കാനാണ് ഇത് ബെസ്റ്റ് കേട്ടോ. അതിനേക്കാളും നല്ലത് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. കാരണം ഇത് വണ്ടിയുടെ പുറകിലും വെക്കാം. പിന്നെ സൈഡ് പോക്കറ്റ്സ് വരുന്നുണ്ട്, ഇവിടെയും പോക്കറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ഷോൾഡറിൽ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ എൻ്റെ ഡ്രസ്സുകളാണ്, വേറെ ഒന്നുമില്ല. ഈ 2 സാധനങ്ങൾ മാത്രം ഞാൻ ക്യാരി ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് എമർജൻസി എടുക്കേണ്ട ഇതൊക്കെ ഞാൻ ഇവിടെ എൻ്റെ ഈ ഒരു ബാഗിൽ ഇട്ടിട്ടുണ്ട്. ഇത് കേട്ടോ, ഇതെൻ്റെ കാൽമേൽ വരുന്നൊരു ബാഗ് കേട്ടോ. ക്യാഷും ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ. ഇതെൻ്റെ ചെറിയൊരു നൈഫ് ആണ്, സ്വിസ് ആർമിയുടെ ഒക്കെ പോലത്തെ ഒരു ചെറിയൊരു സാധനം കേട്ടോ. ഇത്ര കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഗോപ്രോൻ്റെ എക്സ്ട്രാ ബാറ്ററീസ് ആണ്, ഞാൻ കണ്ടറിയാം. അപ്പം ആദ്യത്തെ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ നേരെ റൈഡല്ല. ഇന്നലെ നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ല, കുറച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോസ് കണ്ടു. ഞാൻ പക്ഷേ സാറിന് വിളിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞു ട്രഡീഷണൽ കോലാപ്പൂർ വെജാണ്, നോൺ വെജ് അല്ല, വെജ് ഫുഡ്സ് അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോകുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, തിരിച്ചു വരുന്നു, പാക്ക് ചെയ്യുന്നു, നേരെ വിടുന്നു മുംബൈയിലേക്ക്. ഇതാട്ടോ നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ കാണാൻ പോകുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മുംബൈ കഴിഞ്ഞു പിന്നീട് വണ്ടി ഒമാനിൽ നിന്ന് എടുക്കുമ്പോൾ മാത്രമേ ശരിക്കും നമ്മുടെ നല്ല റൈഡിങ് വീഡിയോസും നല്ല കാഴ്ചകളൊക്കെ വരുന്നുള്ളൂ. അതുവരെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിടുന്നു എന്നുള്ളൂ കേട്ടോ. ഇപ്പം വീഡിയോ 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെയാണ് വീഡിയോസ് വരുന്നത്. പക്ഷെങ്കിൽ ഒമാനിൽ നിന്ന് നമ്മൾ റൈഡ് സ്റ്റാർട്ട് കഴിഞ്ഞാൽ പിന്നെ 30 മിനിറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോസ് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഗായത്രി എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്കത് വിടാം, നേരെ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ വേണ്ടി. നമ്മളിവിടെ എത്തി. നമ്മുടെ സാറിൻ്റെ വീട്ടിലാണ്. Hello, Rajesh Mora. I'm a biker and biking since last 45 years. 44 വർഷമായിട്ട് ബൈക്ക് റൈഡ് ചെയ്യുന്ന ആളാണ്. ഒരുപാട് വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് കവാസക്കി വെർസസ് 650 അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇവരുടെ കൂടെ കേട്ടോ. നമുക്ക് നോക്കാം കോലാപ്പൂർ സ്പെഷ്യൽ എന്നുള്ളത്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ നമ്മുടെ നാട്ടിലെ കുറച്ച് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യും, ഷുഗർ പ്രഷർ എന്നൊക്കെ പറഞ്ഞിട്ട് മധുരം കഴിക്കില്ലല്ലോ. ഇവിടെ നേരെ തിരിച്ചിട്ടോ. ഇത് മുഴുവനും മധുരമാണ്, എല്ലാം മധുരമാണ്. ഇത് നമ്മുടെ മിച്ചർ. പിന്നെ ഇതൊക്കെ ദീപാവലി സ്പെഷ്യൽ ഐറ്റംസ് കേട്ടോ. ഇത് സ്പെഷ്യൽ കോലാപ്പൂർ വടയാണ്. ഇതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയുണ്ട് നമുക്കിത് പൊക്കി നോക്കാം. ഓക്കെ, വെജിറ്റബിൾസ് ആണ്, സലാഡ് അതുപോലെ കാര്യങ്ങളാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഇത് സാധാരണ ഐറ്റം ചട്നി. ഓക്കെ, ഇത് എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ആക്കി തരല്ലോ. ഇവർ സാധാരണ കഴിക്കുന്ന സാധനങ്ങളാണ്. ഞാൻ പറഞ്ഞിരുന്നു സ്പെഷ്യലായിട്ട് ആക്കണ്ട, ഇവർ കഴിക്കുന്നത് മതി എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, വെൽക്കം. അപ്പൊ ഞാനെല്ലാം കഴിക്കട്ടെ കേട്ടോ. കഴിച്ചു കഴിഞ്ഞിട്ട് റൂമിൽ എത്തിയിട്ട് നമുക്ക് കാണാം. എന്നിട്ട് നമുക്ക് ഗിയേഴ്സ് ഒക്കെ എടുത്തിട്ട് വിടാം നേരെ മുംബൈയിലേക്ക്. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. ഞാൻ ഇത്ര സമയം നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമായിരുന്നു. നേരത്തെ കാണിച്ചില്ല ആ ഒരു ബാഗ്. ആ ബാഗ് ഞാൻ ഇവിടെയാണ് കേട്ടോ വെച്ചത്. ആ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. മറ്റേ ബാഗ് ഞാൻ ബോക്സിൻ്റെ ഉള്ളിൽ വെച്ചു സേഫായിട്ട്. അത് ലാപ്ടോപ്പിൻ്റെ ഒക്കെ കാര്യങ്ങളായിട്ട് വെച്ച്. ഇത് ശരിക്കും ഒരു ജ്യോതിബ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. സംഭവം എനിക്ക് പ്രൊമോഷനൊന്നുമല്ല, ഞാൻ എക്സ്പീരിയൻസ് പറയുന്നത് കേട്ടോ.
ഈ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. 1500 രൂപ പറഞ്ഞ് 1000 രൂപക്ക് റൂം കിട്ടി. നല്ല അടിപൊളി സർവീസ് കേട്ടോ, നല്ല സർവീസ്. അവർ നല്ലോണം കെയർ ചെയ്യുന്നുണ്ട്. റൂമിൽ ടവലും സോപ്പും ഷാമ്പും എല്ലാം ഉണ്ട്. ബാംഗ്ലൂർ എന്നതൊരു വൃത്തിയായിട്ട് ഹോട്ടലായിരുന്നു. ചെയിന് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അതിപ്പോൾ ചെയ്തു, അവളുടെ അടുത്തുണ്ടായിരുന്നു, അതുകൊണ്ട് ചെയ്തു. കാരണം ഇനിയിപ്പോൾ ഒരു 400 കിലോമീറ്റർ കൂടെ ഇന്ത്യയിൽ ഓടാനുള്ളത്. കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഒമാനിലേക്ക് ചവിട്ടിക്കയറാം. അപ്പോൾ ശരി, നമുക്ക് തുടങ്ങാം നേരെ മുംബൈയിലേക്ക്. ഈ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓഫായി പോകും, എന്താ അറിയില്ല. എനിക്ക് തോന്നുന്നു മൈക്കെല്ലാം കണക്ട് ചെയ്യുമ്പോൾ ഇത് ലൂസ് കോണ്ടാക്ട് വരുന്നുണ്ട് തോന്നുന്നു, അതായിരിക്കും. അത് ഓഫാക്കി രണ്ടാമതെടുത്ത് പുറത്തോട്ട് റീചാർജ് ചെയ്യും. ഇവിടെ നിർത്തി എന്താണെന്ന് വെച്ചാൽ ഇപ്പം പൂനെ എത്തുന്നതിന് ഏകദേശം ഒരു 70 കിലോമീറ്ററാണ് ഇനി പൂനെയിലേക്ക്. പൂനെ എത്തുന്നതിന് മുമ്പായിട്ട് നമുക്കിത് ഇവിടെ ഇങ്ങനൊരു സംഭവമാണ്. ഇതൊരു ചുരമാണ് കേട്ടോ, സോറി, ഇതൊരു അണ്ടർഗ്രൗണ്ട് റോഡാണ്, തുരങ്കം റോഡാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ക്ലിക്ക് എടുത്ത് വന്നപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ഫോട്ടോ എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർമ്മ പുതുക്കലിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം ആമിനാനും കൂടി വന്നപ്പം ജസ്റ്റ് ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ട് കേട്ടോ. പിന്നെ അതുപോലെ ഈ ആ ക്ലിക്കിൻ്റെ വീഡിയോയിൽ പിന്നെ ചില കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് പറഞ്ഞിരുന്നു കാണിച്ചില്ല എന്ന രീതിയിൽ, മര്യാദയ്ക്ക് കണ്ടിട്ടില്ല എന്ന രീതിയിൽ. അപ്പം അവരോടാണ് കുറച്ച് ഏജായ ആൾക്കാരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നു കേട്ടോ. നിങ്ങളോടാണ് നമ്മളൊക്കെ ഏതായാലും മാളത്തിലേക്ക് കയറാം കേട്ടോ. ഞാൻ മാളം കഴിയുന്നത് വരെ ലൈറ്റ് ഇട്ട് നല്ല സ്റ്റൈലായിട്ട് കാണിച്ചിടും കേട്ടോ. തുരങ്കയെല്ലാം കണ്ട് ഉഷാറാക്കി നിങ്ങൾ. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. പോവുമായിരുന്നു. ഞാൻ യൂട്യൂബ് വീഡിയോ കണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് സെറ്റപ്പ് ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ വെച്ചാൽ അപ്പാച്ചിയുടെ സ്റ്റിക്കർ ഉണ്ട്, അങ്ങനെ ഞാൻ വന്നതാ. വീട് എവിടെയാ? ഇവിടെ തന്നെ കേട്ടാ. ഞാൻ വേറെ അത്യാവശ്യം വേണ്ടി കൂട്ടുകാരന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ജനിച്ചാലും ഇവിടെ തന്നെ ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഫാമിലി ഇവിടെ സ്റ്റേ ചെയ്യുന്നത് നാട്ടിലെവിടെ? ഞാൻ പഠിച്ചതല്ലേ ഇവിടെ തന്നെ, നാട്ടിൽ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് പോയി. അടിപൊളി. പേര് പറഞ്ഞിട്ടില്ല, പേര് പറഞ്ഞിട്ടില്ല. ആഹാ, അടിപൊളി. വിചാരിച്ചില്ല കേട്ടോ കാണുമെന്ന്. ഇന്ന് മീറ്റപ്പ് ഉണ്ട് നാളെ വൈകുന്നേരം മുംബൈയിൽ വെച്ചിട്ട്. മുംബൈ സംഭവം ആ പയ്യനെ
അവന് നമ്മുടെ സബ്സ്ക്രൈബറാണ്. അവൻ എന്നെ ഇൻസ്റ്റയിലൊന്നും ഫോളോ ചെയ്യുന്നില്ല, അപ്പോൾ അവിടെ അപ്ഡേറ്റ്സ് ഒന്നും അറിയില്ല. അപ്പോൾ അവൻ എൻ്റെ വീഡിയോ കണ്ടിരുന്നു, ഞാൻ അവിടെ നിന്ന് വിട്ടുന്നില്ല ഫസ്റ്റ് എപ്പിസോഡ്. അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി എന്നെ റോഡുമ്പോൾ കണ്ടപ്പോൾ ചേസ് ചെയ്ത് പിടിച്ചേട്ടോ. എന്താ പറയുക, ഭയങ്കര വണ്ടറിലായി പോയിട്ടാണ്. ഇവിടെയാണ് ബോണൻമോട്ട് ഇവിടെയാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഇത്ര കിലോമീറ്റർ കണക്കിന് ഓടി വന്നിട്ട് ആദ്യമായിട്ട് നമുക്കൊരു മഴ കിട്ടി. അതും പൂനെ കഴിഞ്ഞിട്ട് കേട്ടോ. ഈ ലോണാവാല ഭാഗത്തേക്കാണ് പോകുന്നത്. ലോണാവാല ഫുൾ ഗ്രീനറിയാണ്, ഭയങ്കര അടിപൊളി സ്ഥലമാണ് ഏരിയ മൊത്തം. അതുകൊണ്ടാണെന്നറിയില്ല, മഴയല്ല, മഴ പെയ്തു, നല്ല മഴ പെയ്ത ലക്ഷണം കാണുന്നുണ്ട്. നമുക്ക് വിഷയമൊന്നുമില്ല കേട്ടോ മഴ പെയ്ത് കഴിഞ്ഞാൽ, കാരണം കംപ്ലീറ്റ് സാധനങ്ങളെല്ലാം വാട്ടർ പ്രൂഫാണ്. പിന്നെ മൊബൈൽ മാത്രം തന്നെയാണല്ലോ ഫ്രണ്ടിൽ വെച്ചാൽ, അതെടുത്തിട്ട് ഞാൻ ഓൾറെഡി എടുത്തിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. വെയിലും മഴയും കുറുക്കൻ്റെ വീട്ടിലെ കല്യാണം. പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ എന്തെല്ലാം പറഞ്ഞു പറ്റിച്ചതാ. വെയിലും മഴയും വന്നാലേ കുറുക്കൻ മംഗലം കഴിക്കുന്നേ. ഓ അങ്ങനെ ഇങ്ങനെ, ഓ നമ്മൾ വിടുവാ, നമ്മളെ കുഞ്ഞുമക്കൾ നമ്മളും പറ്റിക്കൂലേ. നമ്മളിപ്പോൾ ഉള്ളത് ലോണാവാല വ്യൂ പോയിന്റിൻ്റെ അടുത്താണ്. ഇവിടെ നിറച്ചും ആൾക്കാരാണ്. നമ്മൾ താമരശ്ശേരി ചുരത്തിൻ്റെ മുകളിൽ ഒരു വ്യൂ പോയിന്റില്ലേ, അതുപോലെ ഈ ലോണാവാലേൻ്റെ ഒരു വ്യൂ പോയിന്റ് ആയിട്ട് കാണിച്ചു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നിർത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിർത്തൽ കുറച്ച് റിസ്ക്കാണ്. ഞാൻ ട്രൈ ചെയ്യട്ടെ അതായത്. ഇല്ല, ഇവിടെ ഭയങ്കര തിരക്കാണ്, നമുക്ക് താഴെ നിന്നാണ്, അതാ നല്ലേ. കാരണം വേറെ ഒന്നല്ല, എൻ്റെ ഈ സൈഡ് സ്റ്റാൻഡ് കംപ്ലൈൻറ്റ് കേട്ടോ. അപ്പം ചെരുവിലൊക്കെ നിർത്തി കഴിഞ്ഞാലേ ചിലപ്പോൾ വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ ആൾക്കാരുടെ മുമ്പിൽ വണ്ടി വീണ്ടും എന്തിനാണ് നാടക്കെടുത്ത്. ഇനി നമുക്ക് മെല്ലെ ചുരമിറങ്ങി ഇങ്ങനെ പോവാം. നേരെ താഴെ ലാവസ്റ്റായിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട്, ലെഫ്റ്റ് സൈഡ്. ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ പോയിന്റ്. ആൾക്കാരൊക്കെ മുകളിൽ നിന്ന് നോക്കുന്നത്. അവിടെ കുഞ്ഞു പോലെ ഉണ്ടോ, ഈ വട്ടത്തിനുള്ളിൽ ആൾക്കാർ നോക്കുന്നുണ്ടോ. താഴെയിലുള്ളത് എക്സ്പ്രസ് ഹൈവേ ആണ്. എക്സ്പ്രസ് ഹൈവേ നമ്മൾ ഈ കുന്ന് കയറി വന്നില്ലേ, അതിനൊക്കെ പകരം എന്താ ആ തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെ പോയിട്ടുണ്ട്. ഇതാണ് എക്സ്പ്രസ് ഹൈവേ കേട്ടോ. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുഞ്ഞൊരു റെയിൽ പാളം കാണാം. ഇതൊക്കെ കാണാൻ പറ്റില്ല, ഇവിടെ ഞാൻ ഈ വെള്ളം വേണ്ടി കുഞ്ഞ് റെയിൽ പാളുണ്ട്. ഇപ്പം നമ്മൾ പോകുന്ന വഴിയാണ്. ഇവിടുന്ന് കുറച്ച് അപ്പുറത്തെ കാഴ്ചയോടെ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു കേട്ടോ. നല്ല സൂപ്പർ പ്ലേസ് ആണ് ലോണാവാല വ്യൂ പോയിന്റ്. അടിപൊളി അടിപൊളിയല്ലേ. എന്താ പറയുക ഒന്നും പറയാല്ല. ഇനി 10-60 കിലോമീറ്റർ ഇനിയും പോകാണ്ട് ഇവിടുന്ന്. എൻ്റെ ഈ ചെവിയുടെ ഈ സൈഡ് നല്ല വേദന. അപ്പം പോകുന്നവർക്ക് ഹെൽമെറ്റ് ഷോപ്പൊക്കെ ആയിട്ട് ഇതൊന്ന് സർവീസ് വേണം. കാരണം ഇവിടെ ഈ സാധനം ഫിക്സ് ചെയ്തുകൊണ്ട് ഈ ഭാഗത്തായിട്ട് ഭയങ്കര വേദന എനിക്ക്, എന്താ അറിയില്ല. അതൊന്ന് പോകുമ്പോൾ ഇതെല്ലാം കാണിക്കുന്നത്. ഓ സൂര്യേട്ടൻ്റെ ഒരു മൊഞ്ച് നോക്കിയേ, എന്ത് മൊഞ്ച് സൂര്യേട്ടൻ ഇടാം. ഇവിടെ ഫുള്ള് ആൾക്കാരാണല്ലോ. എനിക്ക് തോന്നുന്നു ഈ വഴി പോകുന്ന എല്ലാ റൈഡേഴ്സും കേരളത്തിൽ നിന്ന് എല്ലാവരും ഇവിടെ ചവിട്ടിയിട്ടേ പോകും കേട്ടോ. കോണെല്ലാം ടൈമില്ല, അതാണ്. കോണ് മീൻസ് ചോളം, പേരക്കായെല്ലാം ഉണ്ട്, പക്ഷെ സമയമില്ല നിർത്തുന്നത്, അതാ പ്രശ്നം. വാ ബ്യൂട്ടിഫുൾ. ദേ അവിടെ കല്ലൊക്കെ ഉണ്ട്. കേട്ടോ കുടുങ്ങിയുണ്ടോ ഇപ്പം നിങ്ങൾ? കൺഫ്യൂഷൻ. ദേ ഇവിടെ നിന്നൊക്കെ ഇടത്തോട്ടേക്ക് ദേ നേരെ റോഡുണ്ട്, നോ എൻട്രി അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ടേക്ക്. ഇതാണ് റോഡ് കേട്ടോ. അതിൽ എക്സ്പ്രസ് ഹൈവേ എക്സിറ്റ് റോഡ് പോലെ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ട് മാറിക്കരും. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അതെ ഗൂഗിൾ മാപ്പൊന്നും ഇല്ല ഇവിടെ. ഒറ്റ ബെസ്റ്റ് ആൾക്കാരോട് ചോദിക്കില്ല, വേറെ വഴിയൊന്നുമില്ല. ഒരു ചുരം റോഡ് പോലത്തെ ഒരു ഫീലിംഗ് ആണ്. നമ്മൾ ചുരത്തുമ്പോൾ ഇറങ്ങി പോകുന്നില്ലേ, ആ ഒരു ഫീലിംഗ് ആണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും.
എൻ്റെ ചെവിയൊക്കെ അടഞ്ഞു. ഫുള്ള് കുണ്ടും കുഴിയിലാണ് റോഡ്. വേറെ ഒരു വഴിയില്ല. ഇരുന്ന് കഴിഞ്ഞാൽ ആസനത്തിൽ വേദന എടുക്കുന്നതോടെ നിന്നോളം ഓടിച്ചോളാം. സ്റ്റാൻഡ് ആൻഡ് റൈഡ് വെൻ യു ഗെറ്റ് ഓഫ് റോഡ്. അതാണ് ജുനൈദ് ഭായ് പറഞ്ഞ നിയമം. നല്ല റോഡാകുമ്പോൾ നമുക്ക് ഇരിക്കാം, നമുക്ക് ഷോ ഓഫ് അല്ല. ഭയങ്കര ഓഫ് റോഡായിട്ട് ഇവിടുന്ന്. റോഡ് ഫുൾ ഇളകിയിട്ട് ഇപ്പം ഇനി ഇവിടുന്ന് നമുക്കൊരു 10-80 കിലോമീറ്റർ ഉണ്ട് താഴെ നമ്മുടെ റൂമിലേക്ക്. ഇപ്പോൾ സമയം 6:15. സോറി, കുറച്ച് തൊന്നിരുന്നു കേട്ടോ. എണീറ്റ് തന്നെ പൊക്കി പോയത് മീൻസ് ക്യാമറ. വന്നിട്ട നല്ല റോഡ് ഹലോ, അല്ലെങ്കിൽ നടുമൊത്തം പോയേനെ. സമയം ഒരു 7 മണിയായി. ഇപ്പോൾ പനവയിലെത്തി. അപ്പോൾ ഞാനിവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് കാണാം. കാരണം വേറെ ഒന്നുമില്ല, എൻ്റെ ഗോപ്രോ ഇവിടെ ഈ സെന ടച്ച് ചെയ്തുകൊണ്ട് ഭയങ്കര വേദന. അപ്പോൾ അങ്ങനെ ഇവിടെ ഷോപ്പിൽ കയറി ഇവിടെ പാചകം സെറ്റ് ചെയ്യുന്നുണ്ട്. അഭിജിത്ത് എന്നാണ് ഓപ്പറെ പേര് കേട്ടോ. സേ ഹായ് ടു മൈ സബ്സ്ക്രൈബർ. All the best and happy journey, ride safe. താങ്ക് യു. അപ്പോൾ ഞാനതിൽ തീർക്കട്ടെ. രാത്രിയാണ്, ഫുള്ള് പൊടി വീണ. എൻ്റെ 2 ചെവിയും അടഞ്ഞിട്ടുള്ളൂ, ഒന്നും അറിയുന്നില്ല. അടുത്ത് നമുക്ക് ഏതെങ്കിലും കാര്യം റൂമിലെത്തിയിട്ട് നമുക്ക് ജൂബിനെ എടുത്ത് കാണാമല്ലോ, അതല്ല നല്ലത്. അവിടെ വെറുതെ നിങ്ങൾ രാത്രി റോഡ് കണ്ടിരുന്ന് കാണുന്നത് അല്ലേ. ഹാപ്പി ദീപാവലി. അപ്പോൾ ഞാൻ നമ്മുടെ മൊഞ്ചനായ ജൂബിൻ്റെ അടുത്ത് ഇനിയിപ്പം എന്താ പറയുക, ജൂബി എനിക്ക് തരുന്ന വില കൂടിയ വസ്ത്രങ്ങൾ അണിഞ്ഞ്, വില കൂടിയ സോപ്പ് തേച്ച് കുടിച്ച്, വില കൂടിയ ഭക്ഷണങ്ങൾ വില കൂടിയ ഭക്ഷണമാണ് സംഭവം. പനവേൽ നിങ്ങളോടെയുള്ള റോഡ് ഞാൻ ഒഴിവാക്കി കേട്ടോ. എന്നിട്ട് ഞാൻ ഓടിച്ചത് കുഴപ്പമില്ല, നല്ല എത്തി. സമയം ഒരു 8 മണി കറക്റ്റായി. ഇപ്പോൾ വേറെ ഒന്നും പറയല്ല, നാളെ നമ്മുടെ പരിപാടി നാളെ വൈകുന്നേരം 4 മണിക്ക് 31-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അല്ല മലയാളികളുടെ റൈഡേഴ്സിനൊക്കെ ആയിട്ട്. ആ മീറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യണം. മറ്റന്നാളെ 1-ാം തീയതിയാണ് വണ്ടി ഇവിടെ കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നാളെയും കൂടി ആമിന നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ശരി, വേറെ ഒന്നും പറയല്ല. ദുബേ ഒരു ബൈ പറഞ്ഞു. ഹാപ്പി ദീപാവലി. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.